ഹായ് ഗായ്സ്, വെൽക്കം ടു ദി ചാനൽ. അപ്പോ ഞാൻ ഇന്ന് വന്നത് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഇൻട്രാഡേക്ക് നിങ്ങൾക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് പറയാനായിട്ടാണ്. അപ്പൊ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, പല ആൾക്കാരും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് എനിക്ക് ഇതുവരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നോയ്സ് ഉണ്ട്. നോയ്സ് ഞാൻ ഉദ്ദേശിച്ചത് ഇഷ്ടംപോലെ ഇൻഡിക്കേറ്റേഴ്സ് ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു ഇൻഡിക്കേറ്റർ വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ചിലപ്പോ ഒരു നാലോ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം വർക്ക് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ആണ്. പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നതും അതുപോലെ ഒരുപാട് വലിയ ട്രേഡേഴ്സും പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നവരില്ലെന്നല്ല. എന്നാലും പ്രൈസ് ആക്ഷൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ഒരുപാട് എന്താ പറയാ ഒരുപാട് ആം, വലിയ ട്രേഡേഴ്സ് എല്ലാം പ്രൈസ് ആക്ഷനെ ഫോളോ ചെയ്യുന്നവരാണ്. അതിന്റെ കൂടെ അവർ ഈ ഒരു ഇൻഡിക്കേറ്ററും കൂടെ അതിന്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതായത് ഇപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. ഞാനും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിൽ മെയിൻ ആയിട്ട് ഇൻട്രാഡേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇവിടെ കാണാം, ഞാൻ പല ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് CPR ആണ്. അപ്പൊ CPR വളരെ നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പോ CPR ഇപ്പൊ എങ്ങനെ എടുക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഇൻഡിക്കേറ്റർ സ്റ്റാമ്പിൽ പോയി, ട്രേഡിംഗ് വീലാണെങ്കിൽ ഇൻഡിക്കേറ്റർ സ്റ്റാമ്പിൽ പോയി ഈ CPR എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ CPR ഗോമതി ശങ്കർ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. CPR/AGS കെ ഗോമതി ശങ്കർ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന CPR. അപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ CPR കിട്ടും. പിന്നെ അതിനകത്ത് ഈ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ സ്റ്റൈൽ ഇൻപുട്സിൽ പോയിട്ട് ഇൻപുട്സിലെല്ലാം കൂടെ സ്റ്റൈലിൽ പോയിട്ട് ഇപ്പൊ ഡെയിലി പിവട്ട് ഉണ്ട്, ഡെയിലി BC TC, ഡെയിലി R1 R2 R3, മൂന്ന് റെസിസ്റ്റൻസ്, മൂന്ന് സപ്പോർട്ട്. അത് മതി നമുക്ക് മൂന്ന് ലൈൻ. അത് ഈ ഒരു ബാക്കി കിടക്കുന്ന സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് ആണത്. പിന്നെ നമുക്ക് ഒരു വീക്ക്ലി പിവോട്ട്, ഒരു മന്ത്ലി പിവോട്ട്. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോ അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ വരും. ഞാനിവിടെ ഓൾറെഡി ഇട്ട് വെച്ചിരുന്നതുകൊണ്ടാണ് അത് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ CPR എന്ന് പറയുന്നത്. ഇതിപ്പോ CPRന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. CPRന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇപ്പം പ്രീവിയസ് ഡേ ഹൈയും ലോയും ക്ലോസും എല്ലാം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് എടുക്കുന്ന വാല്യൂ ആണ് CPRന്റെ. അങ്ങനെയാണ് CPR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിപ്പോ നിങ്ങൾക്ക് അറിയണമെന്നില്ല, എന്നാലും ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് CPR കിട്ടും. പിന്നെ CPRന്റെ കൂടെ തന്നെ പിവട്ട്, നമ്മളിപ്പം R1 S1 ഇതിപ്പോ S1 ഇതാണ്, ഈ ഒരു സാധനം ഓപ്പണിംഗ് ഇതാണ് S1. പിന്നെ ഇതിന്റെ താഴോട്ട് S2 S3, അങ്ങനെ മൂന്ന് പിവട്ട് പോയിന്റ്സും ഉണ്ട്. അത് കണക്ക് മേളിലോട്ട് എന്താ ഇത് R1, ഇത് R2, ഈ മേളിൽ കിടക്കുന്ന ഇത് R3. അപ്പൊ അതാണ് നമ്മൾ മൂന്നെണ്ണം കൊടുത്തത്. അത് മൂന്നെണ്ണം കൊടുത്തിരുന്നാൽ മതി, മൂന്നെണ്ണത്തിന്റെ ആവശ്യം വരുള്ളൂ. പിന്നെ ഉള്ളത് ഇത് വീക്ക്ലി പിവട്ട്, ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്ന ഒരു വീക്ക്ലി പിവട്ട് ആണ്. ഇതൊരു മന്ത്ലി പിവട്ട്. ഇത്രയുമാണ് CPRന്റെ കൂടെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ CPRന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണാം, ഇപ്പോ ഈ ഡേ ആയാലും CPRൽ വന്ന് ടച്ച് ചെയ്ത പ്രൈസ് റിജക്റ്റ് ആയി താഴോട്ട് പോകുന്നത് കാണാം. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മേളിലോട്ട് പോകുന്നത് കാണാം. അതുപോലെ ഇവിടെ CPR ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നത് കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെ CPRന് ഒരുപാട് ഉപയോഗങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ CPR ഇതിപ്പോ CPRൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ബൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കണക്ക് ഒരു റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്ത കണക്ക് ഒരു റെസിസ്റ്റൻസ് ആവുകയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സെല് ചെയ്യാം. അതുപോലെ CPRനെ ക്രോസ് ചെയ്ത് ഒരു ക്യാൻഡിൽ വരുവാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സെൽ പൊസിഷൻ എടുക്കാം. അപ്പൊ ഇതൊക്കെയാണ്. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പം ട്രേഡിങ്ങിലെല്ലാം പ്രോബിലിറ്റി ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെയുണ്ട്. എന്നാലും നമുക്കൊരു വളരെ ഒരു 70-80% ടൈമും CPR വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇങ്ങനെയൊക്കെ നമ്മളിപ്പം ഒരു വലിയൊരു ഫോളോ കാണുമ്പോൾ ചിലപ്പം എടുക്കുന്ന ഒരു റീട്രേസും കൂടെ കിട്ടിക്കുന്നു. അതായത് ഇങ്ങനെ വന്നിട്ട് ഒരു റീട്രേസ് കിട്ടിക്കൂടെ താഴോട്ട് വരികയാണെങ്കിൽ CPR വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള പ്രൈസ് ആക്ഷൻസിലെല്ലാം
അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ദിവസം നോക്കിയാലും ഇവിടെ സി പി ആറിൽ വന്ന് എല്ലാ ടൈമും സി പി ആറിൽ വന്ന് റിസിറ്റ് ചെയ്ത പ്രൈസ് താഴോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് സി പി ആർ. പക്ഷേ ഈ പിവറ്റ് പോയിന്റ് ഉണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും പിവറ്റ് പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു പിവറ്റ് പോയിന്റ് ക്രോസ് ചെയ്തു, ഇതാ അത് കഴിഞ്ഞ് അടുത്ത് ഇതുവരെ പോയുള്ളൂ, അടുത്ത പിവറ്റ് വരെ പോയിട്ടുണ്ട്. അപ്പൊ പിവറ്റ് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുക്കാതിരിക്കുക. സി പി ആർ ആണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിവറ്റ് ഒരു ടാർഗറ്റ് ആയിട്ട് വയ്ക്കാം, അല്ലാതെ പിവറ്റ് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു ട്രേഡ് എടുക്കാതിരിക്കുക. പിന്നെ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ കിടക്കുന്ന ഇ എം എ എന്ന് പറയുന്നത്. അപ്പോ ഇ എം എ എന്ന് പറയുന്നത് ഇ എം എ എല്ലാ ഇ എം എ അല്ല, ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന 20 ഡേ ഇ എം ഐയും 200 ഡേ ഇ എം ഐ ആണ്. അത് നമുക്ക് ഇൻഡിക്കേറ്റർ ടാബിൽ പോയി സുഖമായിട്ട് എടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഞാൻ ഇപ്പൊ ഈ ഇ എം ഐയുടെ കാര്യം പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇ എം ഐസ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ട്രെൻഡിങ് ബേസിലാണ്. ഇ എം ഐസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇ എം ഐ ആണ് 20 ഡേ ഇ എം ഐ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ റെഡ് ആയിട്ടാണ് 20 ഡേ ഇ എം ഐ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ട്രെൻഡിങ് ഡേ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ട്രെൻഡിങ് ഡേ വരുന്ന എല്ലാ ടൈമിലും ഇവിടെ വന്ന് തിരിച്ച് പ്രൈസ് 20 ഡേ ഇ എം ഐയുടെ അടുത്ത് വന്ന് അവിടുന്ന് റിജക്റ്റ് ആയി താഴോട്ട് പോകുന്നുണ്ട്. അതാണ് ഇവിടെ കയറി പോകുമ്പോഴും എല്ലാം കണ്ടില്ല, ഇങ്ങനെ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ട് വന്നു. ഇവിടെ നോക്കിയാലും അങ്ങനെയാണ്, നല്ല രീതിയിൽ ക്ലിക്ക് താഴോട്ട് വരുന്നുണ്ട്. തിരിച്ച് ഇവിടെ വന്ന് ഇ എം ഐ ടച്ച് ചെയ്ത് താഴോട്ട് പോകും. ഇ എം ഐ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എസ്റ്റിമേറ്റഡ് മൂവിങ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 20 ഡേ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 ക്യാൻഡിൽസിന്റെ ഒരു ആവറേജ് ആണ് അവർ കാണിക്കുന്നത്. അതിൽ തന്നെ പല ഇതുണ്ട്. സിമ്പിൾ മൂവിങ് ആവറേജ് എസ് എം എ ഉണ്ട്. ഇ എം എ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. ഇ എം എയുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ 20 ഡേ ഇ എം എ 20 ഇ എം എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് വരുമ്പോൾ കഴിഞ്ഞ 20 5 മിനിറ്റ് ക്യാൻഡിലിൽ ഉള്ള പ്രൈസിന്റെ ആവറേജ് ആണ് കാണിക്കുന്നത്. അതിൽ ഇ എം ഐയിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽ ഇപ്പം 20th ക്യാൻഡിലിന് ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും, 19th കുറച്ചുകൂടെ കുറവായിരിക്കും, 18th വീണ്ടും കുറവായിരിക്കും, 17th അതിലും കുറവായിരിക്കും. അതാണ് അങ്ങനെയാണ് ഇ എം ഐയുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയാണ്, ഈ രണ്ട് ഇൻഡിക്കേറ്റർ ആണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ട്രെൻഡിങ് ഡേ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇ എം ഐ വെച്ചിട്ടാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇ എം ഐയുടെ മേളിൽ പോയി നല്ല രീതിയിൽ ഒരു ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാൻ ആ ട്രേഡ് പിന്നെ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് എവിടെ വെച്ച് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വോളിയം കിടക്കുന്നുണ്ട്, വോളിയം പിന്നെ ആർ സി എം കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്റ്റോക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇൻട്രാഡേക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് ഇത് രണ്ടും തന്നെയാണ്. ഒന്ന് സി പി ആർ, പിന്നെ ഇ എം ഐ. ഇ എം ഐയിൽ 20 ഡേ ഇ എം ഐ, പിന്നെ ഞാൻ ഒക്കേഷണലി 200 ഡേ ഇ എം ഐ യൂസ് ചെയ്യാറുണ്ട്. അതായത് വലിയൊരു അപ്പ് മൂവ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ 200 ഡേ മൂവിങ് ആവറേജ്. അല്ലെങ്കിൽ വലിയൊരു ഫോളോ കഴിഞ്ഞ് ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് 200 ഡേ മൂവിങ് ആവറേജ്. ഇപ്പം മെയിൻലി 20 ആണ് എടുക്കുന്നത്, പിന്നെ 200 നോക്കാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇത്രയും പറയാനാണ്.